ദില്ലിയിലെ സമരം എന്താണെന്ന് അറിയണ്ടേ? കേന്ദ്ര സർക്കാരിനെതിരായ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം 39ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വ്യത്യസ്തമായ കാഴ്ചയും അനുഭവവുമാണ് കനൌരിയിലെ പ്രതിഷേധം. നിരാഹാരം തുടരുന്ന ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തന്നെ തുടരുകയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കനൌരിയിലെ കർഷക സമരത്തിന്റെ കാഴ്ചകൾ ഞങ്ങളുടെ പ്രതിനിധി നോബൽ ബാരിക്കാരൻ പോയി കണ്ട് പകർത്തിയത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ കനൌരിയിലാണ് ഉള്ളത്. ശരീരം തുളച്ചു കയറുന്ന തണുപ്പാണ് ഇവിടെ. ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നേതൃത്വത്തിൽ കഴിഞ്ഞ 1.5 മാസമായി കർഷകർ ഇവിടെ പ്രതിഷേധത്തിലാണ്. കർഷകരുടെ ഈ പ്രതിഷേധ വേദിയിൽ കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. नब्बे साल की उम्र है मेरी। आज 4 दिन हो गए मैं आज पाकिस्तान में मेरा जन्म है, उधरों आया, इधर दे नहीं है। वो तो मैं 15-16 साल का सारा मैनू काफले का पता, मुसलमानों का पता। जिदा असीं आए हाँ गड्डियां वड्डियां गई, जिदा लोग उजड़ के आए, घरों बेघर हो गए, सारा मैनू पता है. മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ദല്ലേവാളിന്റെ ആരോഗ്യനില ഓരോ ദിവസവും വളരെ മോശമായി വരുന്ന സാഹചര്യമാണ്. പഞ്ചാബ് അതിർത്തിയിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ കർഷകർക്ക് ഹരിയാനയിൽ കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ വലിയ സുരക്ഷ ഒരുക്കി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ശംഭു അതിർത്തിയിലെ കർഷകരുടെ പ്രതിഷേധം അതിപ്പോൾ 1 വർഷത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. അത്തരത്തിൽ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും അതിർത്തികളിൽ ശക്തമായ പ്രതിഷേധമാണ് കർഷകർ ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോഴും ചർച്ചയ്ക്ക് എത്താത്തതാണ് ദല്ലേവാളിന്റെ നിരാഹാര സമരം അവസാനിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. കേന്ദ്രം ചർച്ചയ്ക്ക് വഴങ്ങുകയാണെങ്കിൽ അദ്ദേഹം മറ്റ് മെഡിക്കൽ സഹായങ്ങൾ സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ये हमारा डिमांड तो पहले ही से है, ये कोई नया डिमांड नहीं है. मोदी जी गारे से कह रहे हैं कि मैं गद्दी पर जाऊंगा तो MSP कानून लागू करूंगा. 14 में भी उन्होंने बोला. ये 16 में जाके इन्होंने हलफनामा दिया कि मैं इसको लागू नहीं करूंगा. കനൌരി അതിർത്തിയിൽ 100 കണക്കിന് കർഷകരാണ് പ്രതിഷേധത്തിൽ ഉള്ളത്. ഇവർക്ക് വേണ്ട ആഹാരം ഒരുങ്ങുന്നത് ഇവിടുത്തെ ലങ്കറുകൾ തന്നെയാണ്. പരസ്പരം സ്നേഹിച്ചും ആഹാരം വെച്ചും അത് വിതരണം ചെയ്തുമൊക്കെ ഇവർ ഈ സമരത്തെ ഒരു ഉത്സവമാക്കി തന്നെ മാറ്റുന്നുണ്ട് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. कोई सब्जी देता है, कोई आलू देता है, कोई गाजर देता है, समझ गए, कोई सूखी दाल देता है, गांव से भी आता है. राशन पानी हमारे पास बहुत है. ठीक है, हम सालों बद्दा लड़ते रहेंगे, सालों बद्दा. പഞ്ചാബിനെയും ഹരിയാനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാത ഇങ്ങനെ അടഞ്ഞിടക്കാൻ തുടങ്ങിയിട്ട് 11 മാസത്തിൽ അധികമായി. യുദ്ധസമാനമായ സന്നാഹങ്ങളാണ് പോലീസ് കർഷകരെ നേടാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചർച്ചകളുടെ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ ദേശീയപാത ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് ഇനിയും കാലങ്ങൾ നീളും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രത്യേക ടെന്റിലാണ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നിരാഹാരം ഇരിക്കുന്നത്. പ്രത്യേകമായി അവിടെ ആർക്കും പ്രവേശനം ഇല്ല. അത്തരത്തിൽ അടച്ചു മൂടിയ ആ സ്ഥലത്താണ് അദ്ദേഹം നിരാഹാര സമരം തുടരുന്നത്. ആരോഗ്യാവസ്ഥ വളരെ മോശമാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും തൻ്റെ പോരാട്ടം തുടരാനാണ് ദല്ലേവാളിന്റെ തീരുമാനം. आज उनकी स्थिति आज जैसे उसको 38 दिन हो गए अनशन पर बैठे को. बहुत स्थिति उनकी गंभीर है, बहुत ज़्यादा सेहत उनकी डाउन है. जैसे हम बोलें कि उन्हें अभी हॉस्पिटल में चाहिए, ICU में चाहिए जैसी उनकी तबीयत है, क्योंकि उनकी एज बहुत ज़्यादा है, बुजुर्ग है ना, तो उसका जो मसल मास है वो भी बहुत ज़्यादा लॉस हो गया. बहुत ज़्यादा सेहत उनकी डाउन है अभी. മരണം വരെ നിരാഹാരം എന്താണ് ദല്ലേവാളിന്റെ നിലപാട്? ഈ നിലപാടിന് പൂർണ്ണ പിന്തുണയായി കർഷക സംഘടനകളും കർഷകരും ഒപ്പമുണ്ട്. കേന്ദ്ര സർക്കാരാണ് ചർച്ചകൾ നടത്തേണ്ടത്. ആ ചർച്ചകൾ വൈകിയാൽ വരും ദിവസങ്ങളിൽ കർഷക പ്രതിഷേധം അത് കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കനൌരി അതിർത്തിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, പഞ്ചാബ്.